ഇറാൻ അമേരിക്കയെ തോൽപ്പിക്കൂല എന്നുള്ളത് വേറെ വിഷയമാണ്. ഇറാൻ അതിന് പറ്റൂലേ, അല്ലെങ്കിൽ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പാവകളാണോ അല്ലേ, ഇതൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അത് ഇപ്പോൾ നമ്മളത് ചർച്ച ചെയ്യാനിരുന്നാൽ അത് ഒരുപാട് ആ വഴിക്ക് നമ്മൾ പോകേണ്ടി വരും. ഞാൻ പറയുന്നത് ആ ഉത്തരവുമായി ബന്ധമുള്ളൊരു കാര്യമല്ല നമ്മളെ അഖീദന്റെ ശരിയും തെറ്റും. അതാണ് ഇത് പ്രശ്നം. നമ്മൾ അതിനി ഭയങ്കര അമേരിക്കൻ വിരുദ്ധം ആണെന്ന് തന്നെ വിചാരിക്കുക, ഇപ്പൊ അമേരിക്കനെ തോൽപ്പിക്കും തന്നെ വിചാരിക്കുക, അതുകൊണ്ടൊന്നും ആ അഖീദ ശരിയാവൂല. അതായത് ഇസ്ലാമിന് അവര് കൊടുത്തൊരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഹുമൈനി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു വ്യാഖ്യാനം, ആ വ്യാഖ്യാനം ഇതുകൊണ്ടൊന്നും ശരിയാവാൻ പോകണില്ല. അത് ഖുർആനെതിരാണ്, അത് ഹദീസുകൾക്കെതിരാണ്, അത് സഹാബിമാരുടെ നിലപാടുകൾക്കെതിരാണ്. അത് ഓൾറെഡി തീരുമാനമായി കഴിഞ്ഞതാണ് ഇസ്ലാമിന്റെ അഖീദ എന്താന്നുള്ളത്. അത് 979 അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു വിവേചന ബോധം ചില ചെറുപ്പക്കാർക്കെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു നെഗറ്റീവായ അനന്തരഫലം എന്ന് പറയുന്നത്.